നിങ്ങൾക്കറിയുമല്ലോ, ഇന്നിപ്പോ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയും ഉപ്പയും കൂടി ചേർന്നുകൊണ്ട് നമ്മളെ ഒരു വിവാഹം കഴിപ്പിക്കുമ്പോ ഉമ്മാന്റെ മനസ്സിൽ ഒരുപാട് ചിന്തയാണ് കടന്നു വരുന്നത്, ഉപ്പാന്റെ മനസ്സിൽ ഒരുപാട് ചിന്തയാണ് കടന്നു വരുന്നത്. എന്റെ കുഞ്ഞുമോന്റെ കുടുംബജീവൻ നല്ലതുപോലെ ഉണ്ടാകണമെന്ന് ആഗ്രഹത്തോടു കൂടിയിട്ട് ആവേശത്തോടു കൂടിയിട്ട് പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും നല്ലതുപോലെ മക്കളെ വളർത്തിയിട്ട് അവരെ കൊണ്ട് ആ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ ചൊല്ലുകയാണ്, പെണ്ണ് കണ്ടു, നല്ലൊരു പെൺകുട്ടി, കാണാൻ ഒരു കുഴപ്പമില്ല, നല്ല സൗന്ദര്യമുണ്ട്, നല്ല പോലെ ചെന്നപ്പോഴും ആൾക്കാരെ കണ്ടപ്പോഴും നല്ലൊരു ചിരിയൊക്കെ കൊണ്ട് പാസ്സാക്കി ഉഷാർ, അൽഹംദുലില്ലാ, ഇനി ഇതിനപ്പുറത്തോട്ട് നല്ലൊരു പെൺകുട്ടിയില്ല. ഇന്നിപ്പോ ചില ആൾക്കാർ അങ്ങനെയാണല്ലോ, പെൺകുട്ടികളെ ചെന്ന് കാണുന്നു, മുഖത്തിന് അല്പം വെളുപ്പുണ്ടെങ്കിൽ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടു, വാപ്പാക്കും ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇവനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇവർക്ക് ഇഷ്ടപ്പെട്ട അവനും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ എന്താണ് ചെന്ന് കണ്ടുകൊണ്ട് മുഖത്തിന്റെ സൗന്ദര്യം മാത്രം നോക്കിക്കൊണ്ട് പെണ്ണിട്ടുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ പഠിച്ചോളി. അവസാന അബദ്ധത്തിന്റെ പടുകുഴിയിലേക്ക് ചാടിയിട്ട് പിന്നെ വിരലടിച്ചിട്ട് കാര്യമില്ല. ആദ്യമൊക്കെ അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാ നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഇല്ലെങ്കിലോ നീ രാവിലെ ഇറങ്ങി പണിക്ക് പോയിട്ട് തിരിച്ചു വരണ സമയത്ത് പെണ്ണുമുള്ളക്കുള്ള മകയിലെ കടന്തൽ ഉദ്യമാരിയിരിക്കും. ചോദിക്കും എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പൊ പറയും ഒന്നുമില്ല. അല്ല, എന്നാലും നീ പറയും. അപ്പോഴെന്ത് പറയും? ഉമ്മാന്റെ കാര്യങ്ങൾ പറയും. ഉമ്മ അങ്ങനെയായിരുന്നു, ഉമ്മ ഇങ്ങനെയായിരുന്നു, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെന്തുണ്ടാകും? ഇന്നേ വരെ ഉമ്മ എന്ന് വിളിച്ച പ്രിയപ്പെട്ട പുന്നാരമകൻ പിന്നെ വിളിക്കും കിളവി എന്ന് വിളിച്ചു തുടങ്ങും. അല്ലേ? ഇന്നിപ്പോ മിക്കുള്ള വീടുകളിൽ ചില മക്കള് പോലും ചില ഉമ്മമാരെ കിളവി എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്റെ ബഹുമാനമുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയാ, അങ്ങനെ നിങ്ങൾ കിളവി എന്ന് വിളിക്കുന്ന സമയത്ത് ആ ഉമ്മാന്റെ മനസ്സൊന്ന് വേദനിച്ചു പോയാൽ നാളെ അല്ലാഹുവിന്റെ റബ്ബിന്റെ കോടതിക്ക് മുന്നിൽ ചെന്ന് കയ്യും കെട്ടിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരും. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സഹോദരങ്ങളെ, നാളെ അല്ലാഹുവിന്റെ സ്വർഗം രക്ഷപ്പെടിക്കും. അല്ലാഹു തആല നമുക്ക് സ്വർഗം കിട്ടുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ പെണ്ണ് കെട്ടി, ചെറുക്കൻ പെണ്ണ് കെട്ടിയപ്പോഴാണ് പിന്നീട് ഉമ്മായെ ഉപ്പായെ ആകെ വെറുപ്പിക്കുന്ന രീതിയിൽ പെണ്ണ് സംസാരിക്കാൻ തുടങ്ങി. അവസാനം പെണ്ണ് മതി അവനിക്ക്, ഉമ്മയും ഉപ്പയും അവനിക്ക് ഒന്നുമല്ലാതെയായി മാറി. 10 മാസത്തോളം അവനെ ഒരുപാട് വേദനയും യാതനയും പ്രയാസവും കഷ്ടപ്പാടിന്റെ മേൽ കഷ്ടപ്പാടും അനുഭവിച്ചുകൊണ്ട് അവനെ പ്രസവിച്ച പ്രിയപ്പെട്ട പുന്നാര ഉമ്മാനെ കാറ്റിൽ പറപ്പിച്ചു. എപ്പോഴോ വന്നു കയറിയ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾക്കറിയല്ലോ, നിങ്ങളെല്ലാവരും കേട്ടതാണ് അൽഖമാർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. എന്താ ഉണ്ടായേ? ഉമ്മയെക്കാൾ സ്ഥാനം പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അവിടെ കൊടുത്തു. അങ്ങനെ ഭാര്യയ്ക്ക് അവിടെ കൊടുത്ത സമയത്ത് എന്തുണ്ടായി? അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റാണ്ട് പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റാണ്ട് എന്താ കാരണം? ഉമ്മാന്റെ പൊരുത്തം അവിടെ കിട്ടിയില്ല, ഉമ്മാന്റെ പൊരുത്തം അവിടെ ഇല്ലാതായി. ഇപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? അവസാനം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വാർത്തയെത്തി. ഹബീബായ റസൂലേ, അൽഖമാർ റളിയല്ലാഹു തആല അൻഹു അതാ ഷഹാദത്ത് കലിമ ചൊല്ലുന്നില്ല. അൽഖമ അവിടെ നിന്ന് ഷഹാദത്ത് കലിമ ചൊല്ലുന്നില്ല. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് ചെന്നുകൊണ്ട് പറയും, ഉമ്മാനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മാനെ കൊണ്ടുവന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബായ റസൂലേ, എന്നെക്കാൾ സ്ഥാനം അവന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് അവൻ കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഉമ്മാന്റെ പൊരുത്ത്. അവസാനം വിറ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വിറ കൊണ്ടുവന്നപ്പോ പറഞ്ഞു, എന്താ അള്ളാഹുവിന്റെ റസൂൽ, എന്റെ പൊന്നുമോനെ കരിക്കരുത്, ഞാൻ എല്ലാം ഞാൻ അവനിക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയ ബഹുമാനപ്പെട്ട അൽഖമാർ റളിയല്ലാഹു തആല അൻഹു ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് നാം മരിക്കുകയാണ്. അവസാനം എല്ലാവരും കൂടിയിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ട് മറമാടാൻ വേണ്ടി കൊണ്ടുവച്ചിട്ട് മറമാടപ്പെട്ട് ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുകയാ, യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ മൻ ഫല്ലല സൗജതഹു വലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ ഇല്ലാ
നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ മുഹാജിറുകളെയും അൻസാറുകളെയും വിളിച്ചുകൊണ്ട് പറയാ മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി, ആരെങ്കിലും അവന്റെ പ്രിയപ്പെട്ട ഉമ്മയേക്കാൾ സ്ഥാനമുണ്ടല്ലോ അവന്റെ പ്രിയപ്പെട്ട പ്രിയ തോഴിക്കവൻ നൽകിക്കഴിഞ്ഞാ വഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസ് അജ്മഈൻ, ലോകത്തുള്ള സകലമാന മാലാഖമാര്, ആകാശത്തുള്ള സകലമാന മാലാഖമാര്, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന മാലാഖമാര്, ഈ ലോകത്തുള്ള മുഴുവൻ മാലാഖമാര്, അതുപോലെ വന്നാസ് അജ്മഈൻ, മുഴുവൻ മാലാഖമാരും ശപിച്ചുകൊണ്ടിരിക്കുമെന്നോ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ആരിലും നബി രാജന നബി മുസ്തഫ തനി തങ്ങളാര അമ്പിളി പൂരാജ നബിയോ താഹ നബിയോരാ നബി മുസ്തഫ കനി വമ്പിളി പോൽ താമര പൂവാ പൂനിലാവോടത്തവർ നബി തങ്ങളെ പാർനിലാവോടാ നബിയോടത്തവരോ, ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ വീണ്ടും പറയാണ് ഉമ്മയേക്കാൾ സ്ഥാനം പ്രിയപ്പെട്ട ഭാര്യക്കവൻ കൊടുത്തു കഴിഞ്ഞാ ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. പഠിച്ചോ സഹോദരാ പഠിച്ചോ, ഉമ്മാനെ വെറുപ്പിച്ചിട്ട് ഉപ്പാനെ വെറുപ്പിച്ചിട്ട് ഇന്ന് അല്ലാഹുവിന്റെ പള്ളിക്കുള്ളിൽ കയറിയിട്ട് സൂഫി നടിക്കുന്ന ചെറുപ്പക്കാരാ, നമസ്കാരമുണ്ടെന്ന് കാണിക്കുന്ന ചെറുപ്പക്കാരാ, ഇതാർക്ക് വേണ്ടിയാ എന്റെ പ്രിയമുള്ള മുസ്ലിമേ ചെയ്യുന്നത്? അല്ലാഹ്ക്ക് വേണ്ടിയാണോ? അല്ലാഹ്ക്ക് വേണ്ടിയാണോ? എന്നാൽ ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചല്ലോ ശുക്റുല്ലാഹി ഇല്ലാ മാ ശുക്റുൽ വാലിദീൻ, അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നത് അത് പ്രിയപ്പെട്ട മാതാവിനോട് നന്ദി കാണിക്കുന്നതിലൂടെയാണ് എന്ന് പഠിപ്പിച്ച കാര്യം മറക്കണ്ട ചെറുപ്പക്കാരാ. ഇത് കണ്ടോ അല്ലാഹുവിന്റെ വിശുദ്ധമായ പുന്നാര മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുകയാ ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. എടാ നീ ഇനി എത്ര നോമ്പ് പിടിച്ചാൽ ഉപ്പാനെ വെറുപ്പിച്ചിട്ട് ഉമ്മാനെ വെറുപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ പള്ളിക്കുള്ളിൽ കയറിയിരുന്നു കൊണ്ട് എത്ര നമസ്കരിച്ചാലും നിന്റെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട മോനെ, നിന്റെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, നിന്റെ സക്കാത്ത് അല്ലാഹ്ക്ക് വേണ്ട, നിന്റെ സദഖ അല്ലാഹ്ക്ക് വേണ്ട. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കണ്ടോ, ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു നമ്മുടെ ഖൽബിലേക്കൊന്ന് തറച്ചു കയറട്ടെ ചെറുപ്പക്കാരാ. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. രക്ഷ വേണോ? നിനക്ക് വിജയം വേണോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗം വേണോ? ഇതാര് പഠിപ്പിച്ചതാണ് ചെറുപ്പക്കാരാ? ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ വീട്ടിന്റെ കത്തട്ടിൽ ഇരുന്നുകൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയാ പറയുന്നത്. എന്തെന്നറിയോ? ഉമ്മാനെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ, ഉപ്പാനെ വെറുപ്പിച്ചു കഴിഞ്ഞാ നീ പള്ളിയിൽ കയറി ഇബാദത്ത് ചെയ്തിട്ട് കാര്യമില്ല, അല്ലാഹു തആലാക്കത് വേണ്ട. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ തങ്ങള് ഹജ്ജിന് വേണ്ടിയിട്ട് പോവുകയാണ്. പഠിച്ചോ ചെറുപ്പം, ഇതാ നിങ്ങളായിരിക്കുന്ന മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്, നിങ്ങളുടെ മനസ്സിലൊന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാ പറയുന്ന ചെറുപ്പക്കാരാ. ബഹുമാനപ്പെട്ട മാലിക് തങ്ങള് ഹജ്ജിന് വേണ്ടിയിട്ട് പോവുകയാ. ഹജ്ജെല്ലാം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു മടങ്ങി വന്നിട്ട് രണ്ട് കരങ്ങളും സെത്താവായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, റബ്ബേ ഈ കൊല്ലം ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട് അല്ലാ,
സ്വീകരിച്ചോ തമ്പുരാനേ, എനിക്കൊന്ന് പനിക്കൊന്ന് അറിയിപ്പിക്കുമോ അല്ലാ. അപ്പോഴാണ് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അറിയിപ്പിക്കുന്നത്, അല്ലയോ മാലികേ, നിന്റെ ഹജ്ജും സ്വീകരിച്ചിട്ടുണ്ട്. നിന്റെ മാത്രമല്ല, ഈ വർഷം ഹജ്ജിന് പോയിട്ടുള്ള മുഴുവൻ ആളുകളുണ്ടല്ലോ, ഈ മുഴുവൻ ആളുകളുടെ ഹജ്ജും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ല വാഹിദ, ഒരാൾക്കുള്ള ഹജ്ജൊഴികെ, ഒരാൾക്കുള്ള ഹജ്ജൊഴികെ ബാക്കി മുഴുവൻ ആളുകളുടെ ഹജ്ജ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നവിടെന്ന് പഠിപ്പിക്കുമ്പോ മാലിക് തങ്ങൾ ചോദിക്കുകയാണല്ലോ, ആഗത ഭാഗ്യവാനെന്ന് കാട്ടിത്തരുമോ, ആ മനുഷ്യർക്കൊന്ന് കാട്ടിത്തരുമോ റബ്ബേ എന്ന് രണ്ട് കരങ്ങളും ഉയർത്തി പിടിച്ചുകൊണ്ട് അവരെന്ന് ബഹുമാനപ്പെട്ട മാലിക് തങ്ങൾ ചോദിക്കുമ്പോ അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത പ്രകാരം അതാ മദീനയിലേക്ക് പോവുകയാണ് മാലിക് തങ്ങള്. അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത പ്രകാരം അങ്ങനെ മദീനയിലേക്ക് ചെന്നപ്പം കാണാം ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയാ. നല്ല വെയിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്, ചുട്ടുപൊള്ളുന്ന വെയിൽ. ആ വെയിലിൽ ഇരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ കറുത്ത് കരിവാളിച്ച് മുടിയെല്ലാം ജടകെട്ടി അഴുക്ക് വരേണ്ട ശരീരവുമായി ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നു. അവിടേക്ക് ചെന്നുകൊണ്ട് സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോ ഈ മനുഷ്യൻ ചെന്നപാടെ ചോദിച്ചു, നിങ്ങൾ വന്നിരിക്കുന്നത് എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാനല്ലേ? എല്ലാ വർഷവും ഹജ്ജ് പറയും, എല്ലാ വർഷവും ഹജ്ജ് കഴിയുമ്പോ അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ വന്നിട്ട് പറയും താങ്കളുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാറുണ്ട്. അതേപോലെ താങ്കളും വന്നതാണോ എന്നെനിക്കറിയാമോ എന്ന് പറഞ്ഞപ്പോൾ അതേപോലെ തന്നെയാണ്. അവിടെ നിന്ന് ചോദിച്ചു, അല്ല ഇതേപോലെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം എന്താ? അപ്പോഴാ മനുഷ്യൻ കണ്ണുനീരോടെ പറഞ്ഞെന്തെന്നറിയോ, അല്ലയോ തങ്ങള്, എനിക്കൊരു പുന്നാര ഉമ്മയുണ്ടായിരുന്നു, വാത്സല്യനിധിയായ ഉമ്മ, എന്നെ ഒരുപാട് സ്നേഹിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്നെ ഒരുപാട് പോറ്റി വളർത്തിയ എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ എനിക്കുണ്ടായിരുന്നു. അവരെന്നും ഞാൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ, ഞാൻ കടന്നു ചെല്ലുന്നത് പാതിരാ സമയത്താ. എന്റെ കൂട്ടുകാരുമൊത്ത് വെള്ളമടിച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് കറങ്ങി ഞാൻ മതോമത്തനായിട്ട് എന്റെ വീട്ടിനടുക്കലേക്ക് ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറയും, പൊന്നുമോനെ നീ കള്ളു കൊടുക്കല്ലടാ, കള്ളു കുടിച്ചുകൊണ്ട് നിന്റെ ആയുസ്സിനെ നീ ഇല്ലാതാക്കല്ലു മോനെ എന്നിങ്ങനെ പ്രിയപ്പെട്ട ഉമ്മ ഇങ്ങനെ ആ പൊന്നുമോനോട് വസിയത്ത് ചെയ്യുന്നെന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മാലിക്കിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ എന്റെ ഉമ്മ എല്ലാ ദിവസവും അതാ എന്നെ ഉപദേശിക്കും. അങ്ങനെ ഒരു ദിവസം പാതിരാ സമയത്ത് ഞാൻ മൂക്കറ്റം മദ്യപിച്ചുകൊണ്ട് എന്റെ വീട്ടിന്റെ കത്തട്ടിലേക്ക് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ തുടർന്നിരിപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോ എന്റെ ഉമ്മ കിടന്നിരുന്ന വീട്ടിന് ഞാനങ്ങ് തീ കൊടുത്തു നബിയേ. ആ വീട്ടിൽ ഞാനങ്ങ് തീ കൊടുത്തു തങ്ങള്. അങ്ങനെ തീ കൊടുത്തിട്ടുള്ള ആ സമയത്ത് എന്റെ ഉമ്മയങ്ങ് കത്താൻ തുടങ്ങി. അതിൽ കിടന്നുകൊണ്ട് കത്തിയങ്ങ് അമരാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ വലിയൊരു തീക്കുണ്ടാരമാണ് കാണുന്നത്. എന്റെ തലക്ക് വല്ലാതെ ബോധം വന്നു തുടങ്ങി. ഞാൻ ചിന്തിച്ചു, റബ്ബേ, എന്നെ ഒരുപാട് പോറ്റി വളർത്തിയ, എനിക്ക് വേണ്ടി ഒരുപാട് യാതന അനുഭവിച്ച, ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണല്ലോ വീട്ടിന്റെ കത്തട്ടിൽ കിടന്നുകൊണ്ട് കരിയുന്നത്. ഞാനതാ വീട്ടിന്റെ കത്തട്ടിലേക്ക് എനിക്ക് കയറാൻ പറ്റുന്നില്ല. അത്രത്തോളം വല്ലാത്ത ചൂടാണ്. അവസാനം എന്താ ചെയ്ത് എന്നറിയോ? അടുത്തിരുന്ന ഒരു കടാറ ഞാനങ്ങ് വലിച്ചേറിയിട്ടോ എന്റെ കൈ ഞാനങ്ങ് മുറിക്കുമ്പോ ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടാരത്തിന്റെ അകത്ത് കിടന്ന് പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചു പറഞ്ഞു, പൊന്നുമോനെ നിന്റെ കൈ മുറിക്കല്ലടാ, നീ ചോര ഒഴുക്കല്ലടാ എന്നിങ്ങനെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയതാ വിളിച്ചു പറഞ്ഞു പോയി. ആരോടാണ് പറയുന്ന? മാലിക് തങ്ങളോട് കഥ പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പഠിച്ചോ. അവസാനം അവിടെ പറയാ, അതിൽ കിടന്നുകൊണ്ട് വീട്ടിന്റെ
പുന്നാര ഉമ്മയതാ കരിഞ്ഞങ്ങ് ചാമ്പനായി വീട്ടിലേക്കങ്ങ് വീണുപോയി. തങ്ങളെ ഇതെന്റെ ഉമ്മാക്ക് വെറുക്കാൻ പറ്റുമോ? ഇതെന്റെ അല്ല എന്നെ വെറുതെ വിടുമോ? തങ്ങള് എന്റെ പ്രിയപ്പെട്ട എന്നെ പോറ്റി വളർത്തിയ, എന്നെ ഒരുപാട് സ്നേഹിച്ച, എന്നെ ഒരുപാട് ലാളനം നൽകിയ എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയാണല്ലോ ഞാൻ എന്നെ വേദനിപ്പിച്ചിരിക്കുന്നത്, ഞാനെന്ത് ബുദ്ധിമുട്ടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊപ്പിച്ചുകൊണ്ടാ ഇന്നിപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത്. 40 കൊല്ലം കൊണ്ട് ഞാൻ ഹജ്ജ് ചെയ്യുകയാ. പക്ഷേ എന്റെ ഹജ്ജ് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ ഇന്നേ വരേക്കും സ്വീകരിച്ചിട്ടില്ല. തങ്ങള് പഠിച്ചു സഹോദര, ലോകത്തിന്റെ നേതാവിന്റെ വാക്കെന്താ? ലാ അക്ബറുല്ലാഹു മിൻഹു സർഫൻ വലാ ഹദുലാ. ഉമ്മാന്റെ പൊരുത്തമില്ലാതെ, ഉപ്പാന്റെ പൊരുത്തമില്ലാതെ നിന്റെ ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ട, നിന്റെ നോമ്പ് അല്ലാഹുക്ക് വേണ്ട, നിന്റെ ഹജ്ജ് അല്ലാഹുക്ക് വേണ്ട, നിന്റെ നമസ്കാരം അല്ലാഹുക്ക് വേണ്ട. പുന്നാര നബിയെ കാണുന്നതെന്നാ